നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. വേഴമാറ്റം വരികയാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. കാർത്തികയ്ക്ക് മേടക്കൂറും ഇടവക്കൂറും ഉണ്ട്. മേടക്കൂറുകാർ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേഴം 4-ലും 5-ലുമാണ് സഞ്ചരിക്കുന്നത്. ഇടവക്കൂറുകാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉള്ള കൊല്ലമാണ്. കാരണം ഇടവക്കൂറുകാർക്ക് വേഴഗ്രഹം 3-ലും 4-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പം ആ 3 നിൽക്കുന്ന കാലഘട്ടം ഒന്ന് സൂക്ഷിക്കണം. 4 നിൽക്കുന്ന കാലഘട്ടം നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും. അപ്പോൾ വേഴം മാറ്റം വരുന്നത് 2026 6-ാം മാസം 2-ാം തീയതിയാണ്. വേഴൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശി പ്രവേശിക്കുന്നത്. 2027 6-ാം മാസം 26-ാം തീയതി വരെ കർക്കിടകൻ രാശിയിൽ ചിങ്ങൻ രാശിയിലുമായിട്ട് മാറി നിൽക്കും. അപ്പോൾ 2026 6-ാം മാസം മുതൽ 2026 10-ാം മാസം വരെ വേഴഗ്രഹം ചിങ്ങത്തിൽ നിന്ന് വീണ്ടും നമുക്ക് 2027 ജനുവരിയിൽ കർക്കിടകത്തിൽ വരും. പിന്നെ 2027 6-ാം മാസം വരെ അത് കർക്കിടകൻ രാശിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ ഒരു വർഷത്തെ വേഴത്തിൻ്റെ മാറ്റം കാർത്തികയ്ക്ക് മേടക്കൂറുകാർക്ക് 4-ലും 5-ലുമാണ് വേഴം. അപ്പോൾ 4 നിൽക്കുമ്പോൾ ക്ഷേത്രം, സുഖം, വാഹനം, ആസനം, വീട്, വസ്തു, കെട്ടിടം, വാഹന, പ്രവൃത്തി ഇതൊക്കെ കിട്ടാനുള്ള യോഗം. അമ്മമാർ, കുടുംബജനങ്ങൾ, മക്കൾ, മരുമക്കളുടെയൊക്കെ പ്രീതി കിട്ടാനുള്ള യോഗം. കിട്ടൂല എന്ന് വിചാരിച്ച് കിടക്കണ ഭൂമി വസ്തുക്കൾ കിട്ടാനും, കേസ് വഴക്കുകളിൽ കിടക്കണ വസ്തുവകകൾ കിട്ടാനും, വഴി തർക്കം, ഭൂമി തർക്കം, അവകാശ തർക്കം ഇതൊക്കെ മാറി കിട്ടാനും യോഗം കൂടുതലാണ്. കാരണം കാർത്തിക നക്ഷത്രക്കാർ മാന്യത പുലർത്തുന്നവരാണെങ്കിലും വാശിക്ക് 1-ാം സ്ഥാനമാണ്. അതുകൊണ്ട് ചെറിയ അതിര് തർക്കമോ വഴി തർക്കമോ വന്നാൽ വഴി വരെ അടച്ചു വയ്ക്കാനും, കേസ് എത്ര കാലം കിടന്നാലും എനിക്കൊരു പുല്ലുമില്ലാന്ന് തോന്നി ആളുകൾക്ക്, ശത്രുക്കൾക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ലാതെ പ്രവർത്തിക്കുന്ന നിമിത്തം ജനവിദ്വേഷങ്ങൾ കൂടി നമ്മളെ വഴി അവരടയ്ക്കുക, അവരെ വഴി നമ്മളടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, നമ്മളെ ജോലി നശിപ്പിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുക, അവരെ ജോലി നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളൊക്കെയാണ് ശരിക്കും ഈ നാളിനെ സംബന്ധിച്ച് വരുന്നത്. അത് ഇടവക്കൂറുകാർക്കാണ് വളരെ കുഴപ്പം. പിന്നെ മേടക്കൂറുകാർക്ക് 4 വേഴം സഞ്ചരിക്കും. വീട്, വസ്തു, കെട്ടിടം, വാഹന, പ്രവൃത്തി, കേസ് വഴക്കുകൾ, വിജയ, പ്രവൃത്തിയൊക്കെ കിട്ടും. 4 എന്ന് പറയുന്നത് ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം വിത്തേഷാംഹി ലാഭോ ഭവേലാണ്. വീട് വയ്ക്കണവർക്ക് വീട് വയ്ക്കാം. വസ്തു സ്ഥലമൊക്കെ വിറ്റിട്ട് വേറെ വസ്തു വാങ്ങിച്ച് വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും അത് ചെയ്യാൻ പറ്റും. ബാങ്കിൽ നിന്നൊക്കെ സഹായങ്ങളും ലോണുകളൊക്കെ കിട്ടും. ഒരു പൈസയും നിവർത്തിയും ഇല്ലാത്തവർക്ക് സർക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ വീടും വസ്തുവും സന്നദ്ധ സംഘടനകളുടെ സഹായം കൊണ്ട് കാര്യലാഭങ്ങളൊക്കെ കിട്ടും. 4 ഗുരു നിൽക്കുമ്പോൾ ഗുരു ശുക്ര കേന്ദ്രകൈവാ സുവിധാഹസ്തത്ര ആതുരോവാചെത്ര മഹാരോഗ്യായിട്ട് കിടന്ന് കട്ടപ്പെടുന്ന ആളും രോഗദുരിതങ്ങൾ മാറി നല്ല ആരോഗ്യം, പ്രവൃത്തിയൊക്കെ കിട്ടും. വീട്, അതേപോലെ അമ്പലം, ദൈവകാര്യങ്ങൾ, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള യോഗമുണ്ട്. ഈശ്വരാനുഗ്രഹം വളരെ കാര്യമായ രീതി തെളിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ്. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളപ്പോഴാണ് നമുക്ക് ശരീരസുഖവും മനസ്സുഖവും ബന്ധുഗുണങ്ങളും ശത്രുജയങ്ങളും രോഗശാന്തിയും മത്സരങ്ങളിലും പരീക്ഷകളിലും ഒക്കെ ഉന്നത വിജയവും നേട്ടങ്ങളൊക്കെ കിട്ടുന്നത് ദൈവാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ദൈവാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് മേട രാശിക്കൂറ് കാർത്തിക നക്ഷത്രത്തിനുള്ളത്. അത് കഴിഞ്ഞ് 5-ലേക്ക് വരും. 5 വരുമ്പോൾ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിബോധയസ്യ മനസന്തുഷ്ടിസ്യ പുണ്യോദയെന്നാണ്. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും, ഉള്ള പിള്ളേർക്ക് നല്ല ജോലി, നല്ല അഡ്മിഷൻ, നല്ല ഭാഗ്യം, വിവാഹം, സമ്പത്ത്, ഐശ്വര്യം, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനും, അവരുടെ ഉയർച്ചയും വളർച്ചയും അച്ഛനമ്മമാർക്ക് സന്തോഷം ജനിപ്പിക്കാനും, ഒരു പൈസയും ഡൊണേഷൻ കൊടുക്കാതെ തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടാനും, എല്ലാ കാര്യത്തിനും അവർക്ക് നേടി ജയിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് വേഴൻ 4 നിന്ന് 5 വരും. പുത്രസ്ഥലാഭോ അഥവാ ആരോഗ്യം എന്ന് വെച്ചാൽ വ്യക്തിശക്തിയൊക്കെ വർദ്ധിക്കും. പ്രതിഭാശാലികളെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയി
വിജയിച്ച് നേടുന്നവരാണ് പ്രതിഭകൾ. ഇപ്പം മത്സരത്തിനും പരീക്ഷ പോയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും തൊഴിൽ, ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നല്ല വളർച്ചയും ഉയർച്ചയും ഭാഗ്യങ്ങളുമായിട്ട് അത് പുരോഗതി പ്രാപിച്ചു വരും. അങ്ങനെ ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം വിത്തേഷ്യാമി ലാഭോ ഭാവിയിൽ നിന്ന്. ഇപ്പോൾ ഗോക്കൾ, ഡയറി ഫാം, പൗൾട്രി ഫാം, കൃഷി ചെയ്യുന്ന ആൾക്കാർ, വ്യാപാരം, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. സന്തതിക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഒക്കെ കിട്ടുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് മത്സരങ്ങളിലും പരീക്ഷകളിലും ഒക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ കഴിവുകൾ കുറച്ചാണെങ്കിലും വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും അവാർഡുകളും എല്ലാവരുടെ പ്രശംസയും കീർത്തിയും അനുമോദനങ്ങളൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ് മേടക്കൂറ് കാർത്തികയ്ക്ക്. ഇടവക്കൂറുകാർക്ക് വേഴൻ ഇപ്പം ഈ മാറി വരുന്നത് മൂന്നാമത്തെ രാശിയിലാണ്. 3 വേഴൻ നിൽക്കുമ്പോഴെന്താണ് പെട്ടെന്ന് നമ്മുടെ ഭാഗ്യങ്ങളങ്ങ് നിന്നുപോയതുപോലെ തോന്നും. ഒരു അഡ്മിഷൻ കിട്ടിയാൽ എനിക്ക് പഠിക്കാൻ വയ്യ, ജോലി കിട്ടിയാൽ ജോലിക്ക് പോകാൻ വയ്യ. പിന്നെന്താണ് അവിടുത്തെ പ്രശ്നം? അവിടെ ഉള്ളവരെല്ലാവരും കലഹം. കാരണം ഈ അരിഭവനെ സഹജൈവ ബൃഹദാം ഭക്തിയ സ്ഥിതി കലഹ എന്നാണ്. 3ലും 6ലും വേഴനും ശുക്രനും സഞ്ചരിക്കുന്ന സമയം സ്ഥിതി കലഹമാണ്. അപ്പോൾ അത് 2026 6 മാസം വരെ ഈ കലഹവും വിരോധവും ശത്രുക്കളും അപവാദങ്ങളും വിശ്വാസവഞ്ചനയും ചതിയൊക്കെ ഇടവക്കൂറ് കാർത്തികയ്ക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ കാർത്തിക എല്ലാവരോടും ഭയങ്കര സ്നേഹവും മമതയും ഇഷ്ടമൊക്കെയുള്ളതാണ്. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള, എല്ലാവർക്കും ഉപകാരവും എല്ലാവരോടും സ്നേഹം കാണിക്കുന്നവരാണ്. ഈ സമയത്ത് സ്നേഹം നമുക്കൊരു വിരോധമായിട്ട് വരാൻ പാടില്ല. സ്നേഹിച്ചിരിക്കുന്നവർ പെട്ടെന്ന് നമ്മളെ വഞ്ചിക്കുന്നത് പോലെയും ചതിക്കുന്നത് പോലെ ലവർ, ഫ്രണ്ട്സ്, അതേപോലെ ബന്ധുക്കളൊക്കെ നമ്മളോട് കൂടെ നിന്നിട്ട് തോളത്തിരുന്ന് പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെവിയൊക്കടിച്ചതുപോലെ, തോളത്തിരുന്ന് ചെവിയൊക്കടിച്ചെന്ന് പഴയ ആൾക്കാരൊരു ഉപമ പറയും. കൂടെ നിന്നിട്ട് നമ്മളെ കുഴിയിലാക്കി കളയുന്ന, അല്ലെങ്കിൽ തള്ളിയിട്ട് നമ്മൾക്ക് പരാജയം വിഷമമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ പാരകൾ പണിയുന്ന അവസരങ്ങൾ ഉള്ള സമയമാണ്. അതുകൊണ്ട് നമ്മളെത്തി കലഹവും വിരോധവും ഒക്കെ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രമിക്കണം. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ വെട്ടുകൂത്ത്, കൊലപാതകം, മരണം ഇതെല്ലാം കലഹം കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. കല ഹനയതി ഇതി കലഹ എന്നാണ്. കലയെ ഹനിക്കുന്ന സാധനമാണ് കല. കലഹമുള്ള നാട്, വീട്, രാഷ്ട്രീയം, അമ്പലം എങ്ങും ഇതുവരെയ്ക്കും നന്നായിട്ടില്ല. അവിടെയൊക്കെ അടി, അക്രമങ്ങളും വെട്ടും കുത്തും കൊലപാതകങ്ങളും മാത്രമാണ് കലഹം ഉണ്ടായ നാട്ടിലും വീട്ടിലും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ചെറിയ വിരോധം നിങ്ങളെ മനസ്സിൽ തന്നെ ഒതുക്കി വിരോധത്ത് കേസിനും വഴക്കിനും അടിക്കും വെട്ടിനൊന്നും പോവാതെ മയത്തിൽ നമ്മൾ പോയാൽ നമുക്ക് വളരെ സമൃദ്ധിയും നല്ല സന്തോഷവും കിട്ടും. കാരണം ഈ വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ്. നമ്മളൊക്കെ എത്ര മിടുക്കന്മാരായിരുന്നാലും, വലിയ ഉദ്യോഗസ്ഥനായിരുന്നാലും, അധികാരിയായിരുന്നാലും, അങ്ങനെയൊക്കെ ആയിരുന്നാലും നമ്മൾ നാട്ടുകാരോട് നല്ലത് പറയണമെങ്കിലും നമുക്ക് ഗൃഹപ്പഴ ദോഷം വരുമ്പോൾ നമ്മൾ ശുദ്ധം ദുഷ്ടനെ പോലെ അങ്ങാവുന്ന ഒരു സമയമാണ് ഈ കലഹം എന്ന് പറയുന്നത്. അത് ആരുടെയാണ് കലഹം കാണിക്കണമെന്നറിയാമോ? 3-ാം ഇടം സഹോദര സ്ഥാനമാണ്. ഇളയത് മൂത്തത് സഹോദരങ്ങളുടെ തന്നെ കലഹം കാണിച്ച് കളയും. അത് വരാൻ പാടില്ല. പിന്നെ ഇന്നത്തെ കുടുംബത്തിൽ പുതിയ തലമുറയിലെ സഹോദരങ്ങളൊന്നും ഇല്ല. ഒറ്റയ്ക്കൊക്കെ മിക്ക ആൾക്കാർക്കും ആളുള്ളു. അച്ഛനും അമ്മയുടെയും കാലം കഴിഞ്ഞ ഒത്തുങ്ങൾക്കും ആരുമില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. ഇളയത് മൂത്തത് സഹോദരങ്ങളൊക്കെ വേണം. മക്കൾ ഒരെണ്ണം മതിയെന്ന് വിചാരിക്കുന്നത് പിള്ളേരെയൊക്കെ നല്ല രീതിയിൽ നല്ല ടോപ്പിലെത്തിക്കാനുള്ള പരിശ്രമം കൊണ്ടാണ്. പക്ഷേ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത്തുങ്ങൾക്ക് പിന്നെ ആരും ഇല്ലാതായി പോകുന്നൊരവസ്ഥയും ഉണ്ട്. ഇത് പിള്ളേരെ എണ്ണം കുറച്ചുകൊണ്ട് നമ്മളെ ജീവിതം മെച്ചാക്കാൻ നിങ്ങൾ വിചാരിക്കില്ല. അത് കൊണ്ടത്തരമാണ് പലവർക്കും. അങ്ങനെയുള്ള അവസ്ഥകൾ ഇപ്പോൾ ഉണ്ട്. ഒന്നും പറയാൻ വയ്യ, ചെയ്യാൻ വയ്യ. പിള്ളേർ കലവിച്ചു പോയി മരിച്ചു കളയുക. പിന്നെ മക്കളും കൂടെ ഇല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പുതിയ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്താനകാരകനാണ്. സന്താനങ്ങളുടെ കലഹം വേഴൻ സന്താനകാരകനാണ്. അപ്പോൾ ബുദ്ധിയും പുത്രനും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവും എന്നാണ്. അപ്പം ബുദ്ധി കുറഞ്ഞ ആളനെ പോലെ എന്നുവെച്ചാൽ ബുദ്ധി ഉണ്ടെങ്കിലും ആലോചിക്കാതെ ചിന്തിച്ച് പല കുരുക്കിലും ചാടിക്കളയും. ഭയങ്കര ബുദ്ധി രാക്ഷസന്മാർ പോലും മരമണ്ടന്മാരെ പോലെ ആയി പോണ സമയമാണ് വേദഗ്രഹം 3-ൽ സഞ്ചരിക്കുന്നു. പുത്രന് മക്കളുമായിട്ടും വഴക്കും ഓടൊക്കെ കൊണ്ടുപോകാം. പിള്ളേർ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെന്നൊന്ന് വിചാരിച്ചോളണേ. പിള്ളേരുടെ പറഞ്ഞാൽ പിള്ളേർ ഒന്നീ കലവിച്ചു, അത് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കലവിച്ച് പോയാൽ എവിടെയെങ്കിലും വെച്ച് കണ്ട് വിളിച്ചുകൊണ്ട് വരാം.
ചിലപ്പോൾ മരിച്ചു കളഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ പറയണം. പിള്ളേരുടെ വിദ്യയ്ക്കും അവരുടെ താല്പര്യത്തിനും അവരുടെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ കുറുക്കെ നിൽക്കാൻ പാടില്ല. അവരുടെ ഉപദേശിക്കുക, നിങ്ങൾക്ക് ഉപദ്രവമായിട്ട് തോന്നുന്ന സമയമാണ്. അപ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ വിദേശ യാത്രയ്ക്കൊക്കെ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി അച്ഛനമ്മമാരും കടക്കാറായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട്, സ്നേഹം പോവും, എല്ലാവരോടും വിരോധം തോന്നും. അർത്ഥം ഗുരുത്വം, നമ്മളെ ഗുരു, മാതാപിതാ, ഗുരു, ദൈവങ്ങളോട് പോലും നമുക്ക് വെറുപ്പ് തോന്നും. ഇത്രയും കാലം ഞാൻ പോയി അമ്പലത്തിൽ തൊഴുതിട്ടും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും പൂജ ചെയ്തിട്ടും മന്ത്രം ചെയ്തിട്ടും മരുന്ന് കഴിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ആശുപത്രിക്കാരോടും ഗുരുക്കന്മാരോടും ആശ്രമക്കാരോടും ആത്മീക ഗുരുക്കന്മാരോടും ജ്യോത്സ്യന്മാരോടൊക്കെ വിരോധം തോന്നുന്ന സമയമാണ്. ഒരു അമ്പലത്തിൽ പോയാൽ പ്രസാദം പോലും തന്നില്ലെന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുള്ള സമയമാണ്. അങ്ങനെ ഗുരുത്വവും മന്ത്രത്വം നയവും വസയും ഗുരു, നമുക്ക് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല, അധികാരം കിട്ടിയില്ല, പ്രൊമോഷൻ കിട്ടിയില്ല, സാലറി കിട്ടിയില്ല, പ്രോഫിറ്റ് കിട്ടിയില്ല, ടാർഗറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്ന് ഉച്ചത്തി പറയേണ്ട ഭഗവാനെ പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങൾ ചൊവ്വേ നേരെ ആക്കിത്തരണേ ഭഗവാനെ എന്നൊന്ന് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ അടിസ്ഥാനവും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടും. പക്ഷെ ഈ സമയത്ത് ഈശ്വരനെ വിളിക്കാനും തോന്നൂല, ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സമയം. ഒരു ഓട്ടിന് തോറ്റുപോണത്, ഒരു മാർക്കിന് തോറ്റു പോകണത്, റാങ്ക് ലിസ്റ്റ് കിടന്നിട്ട് ജോലി കിട്ടാതിരിക്കും, കിട്ടിയ ജോലി മെച്ചമല്ല എന്ന് തോന്നുകയും ഉള്ളത് കളഞ്ഞു കുളിക്കാൻ തോന്നുന്നതുമായ സമയമൊക്കെയാണ് വേഴഗ്രഹം നമുക്ക് കാർത്തിക ഇടവക്കൂറുകാർക്കുള്ളത്. അതുകൊണ്ട് വേഴത്തിനെ ഒന്ന് ചൊവ്വേ നേരെ ആക്കി എടുക്കുന്നതിന് വേണ്ടി വിഷ്ണുവിനെ ഭജിക്കണം. കാരണം വേഴനെന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. വിഷ്ണുവിന് 10 അവതാരമുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ജനാർദ്ദന, ഇങ്ങനെ ദശാവതാര മൂർത്തികളെയും ഭജിച്ച് കൃഷ്ണനെയും കണ്ട് വിഷ്ണുവിനെയും കണ്ട് നരസിംഹനെയൊക്കെ കണ്ട്, നരസിംഹമൂർത്തിയെ കണ്ടെന്നറിയാമോ? വിഷ്ണുവിൻ്റെ അവതാര ഭാവത്തിൽ നരസിംഹം. അപ്പം ശത്രുവിനെയും ദോഷത്തെയും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമൊക്കെ നമുക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കും. അപ്പോൾ അങ്ങനെ ഭഗവാനെ എനിക്ക് ഒന്ന് ഭജിച്ച്, പിന്നെ ഈ ഇങ്ങനെയുള്ള ദോഷ സമയങ്ങളിൽ ദേവീ നിഷേവ ഗണനാഥ ഹോമ ഭാഗ്യൈക്യമത്യപ്രദ സൂക്തജപാഹ അവനിവർത്തി ധനധാന്യ വിവൃത്തി അതാണ്. അപ്പം ഗണപതി ഹോമം, ഭഗവത് സേവ, മൃത്യുഞ്ജയ ഹോമം, ഐശ്വര്യ പൂജ, ശത്രു സംഹാര പൂജ, ഇങ്ങനെയൊക്കെയുള്ള പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്താൽ കുറേ ഗുണങ്ങൾ കിട്ടും. ഇത് ഈ പൂജകൾ ചെയ്യാൻ പറയുന്നത് ജ്യോത്സ്യന അല്ലെങ്കിൽ കർമ്മിക പൈസ കിട്ടും, നമുക്ക് ദക്ഷിണ കിട്ടും. പക്ഷെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണതിനാണ് പൈസ കൂടുതലാവുന്നത്. അല്ലാതെ ഒരു കർമ്മി പൈസ എത്രയും വാങ്ങിച്ച് അയാൾ ലാഫിഷായിട്ട് ചിലവാക്കണല്ലോ. ഏതൊരു പൂജ നടത്തിയാൽ പോലും അതിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതിന് ഒരു ഗണപതി പൂജ നടത്തണമെങ്കിൽ തന്നെ അതിന് തേങ്ങ വേണം, കൊട്ടത്തേങ്ങ വേണം, നെയ്യ് വേണം, അരി വേണം, നെല്ല് വേണം, ഹോമിക്കാനുള്ള സാധനങ്ങൾ വേണം, വിറക് വേണം, പിന്നെ 2 പീഠം വേണം, അത് പിന്നെ ആഹാരം വേണം, അത് വിളക്ക് വേണം, നെയ്യ് വേണം, എണ്ണ വേണം. ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് ചെറിയ ചിലവുകൾ വരും. അല്ലാതെ നമ്മൾ വെറും ഒരു ഹോമം നടത്തുന്ന പറയുമ്പോൾ ഇത്രയും രൂപയാവുമെന്ന് പേടിക്കരുത്. കാരണം അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഐശ്വര്യവും നമുക്ക് കിട്ടും. 40 രൂപയ്ക്ക് ഊണുണ്ട്, 400 രൂപയ്ക്ക് ഊണുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ രണ്ടും നമുക്ക് കുറേയൊക്കെ ഗുണകരമാണ്. എങ്കിലും വലിയ റേറ്റ് എന്തിനു വാങ്ങിക്കുന്നത് വെച്ചാൽ അതിൻ്റേതായ വിഭവങ്ങൾ കൂടി കുറച്ചും കൂടെ നല്ലതായിരിക്കും. ചെറിയ വിഭവങ്ങളോട് കൂടി തരണതും സന്തോഷം തന്നെയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ചെയ്യേണ്ടുന്നത് വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദോഷങ്ങൾ മാറി നിങ്ങൾക്കൊരു പൂജയോ മരുന്നും മന്ത്രവും ഒക്കെ ആവശ്യമുള്ള സമയമാണ് ഈ സമയം. കാരണം ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം 3-ൽ സഞ്ചരിക്കുമ്പോൾ ടെൻഷനും തടസ്സവും അലസതയും, ജോലി വേണ്ടാന്ന് തോന്നും, വിവാഹം വേണ്ടാന്ന് തോന്നും, കുടുംബ ബന്ധം വേണ്ടാന്ന് തോന്നും, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, എല്ലാവരുടെയും കലപോലും. അപ്പം എല്ലാവർക്കും നമ്മുടെ വിരോധം തോന്നുമ്പോൾ എല്ലാവരോടും വാശി കാണിച്ച് നമ്മളെ ജീവിതം തകർത്ത് കളയരുത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും കലഹിക്കുന്നതിന് പകരം സ്നേഹിച്ച് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ കുഴപ്പങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ പരിഹാരങ്ങൾ ചെയ്ത് ഭഗവാനെ ഭജിച്ച്, വിഷ്ണുവിനെ ഭജിച്ച്, കുടുംബക്ഷേത്രത്തിൽ ഭജിച്ച്, സമയം കിട്ടുമ്പോഴൊക്കെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഏറ്റവും പ്രാർത്ഥിക്കാനുള്ള കുടുംബദേവന്മാരെയാണ്. ധർമ്മദേവത പ്രസാദിക്കൂ കുളിർക്കൂ തറവാടുകൾ. നമ്മളെ തറവാട്ട് ദേവന്മാരുടെ പ്രീതി ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും. നമ്മളെ പെറ്റമ്മേരെ സ്നേഹം കിട്ടും പോലെയാണ് തറവാട്ട് ദൈവം. പോറ്റമ്മേരെ സഹായം കിട്ടുന്നത് പോലെയാണ്
മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുവും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവക്കൂറുകാർ വാഹനങ്ങൾ ഓട്ടിക്കുന്നതും പൈസ ഇടപാടുകളും പിള്ളേരുടെ വഴക്കിനൊന്നും പോവാതെയൊക്കെ ഇരിക്കുമ്പോൾ നല്ലത് വരും. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൻ്റെ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം. ഫീസും ഉണ്ട്, അയക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള ഗ്രഹപ്പിഴകളൊക്കെ വരുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറാൻ കാലഭൈരവ ക്ഷേത്രത്തിൽ സർവ്വദൈവങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വിനകൾ മാറും. ക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.